ലെസൺ 1 പേഴ്സ് ഓഫ് ഇക്വേഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. The price of 3 kilograms of oranges and 2 kilograms of apple is 480 rupees. What is the price of each? 2 കിലോഗ്രാം എന്തുണ്ട് നാരങ്ങൻ്റെ, 3 കിലോഗ്രാം കണ്ടോ ഓറഞ്ച്, 2 കിലോഗ്രാം, 3 കിലോഗ്രാം എന്തുണ്ട് ആപ്പിളുണ്ട്. രണ്ടും കൂടി എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 520 രൂപയ്ക്ക്. പിന്നെ 3 കിലോഗ്രാം ഓറഞ്ച് ഉണ്ട്, 2 കിലോഗ്രാം ആപ്പിളുണ്ട്. അതെത്ര രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്? 480 രൂപയ്ക്ക്. എന്നാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില എത്ര? അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓറഞ്ചും ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ആപ്പിളുണ്ട്. ഓറഞ്ച്, ആപ്പിൾ. ഓറഞ്ചിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ് എന്നും ആപ്പിളിന് നമുക്ക് വൈ എന്നും പേര് നൽകാം. അപ്പോൾ 2 കിലോഗ്രാം അല്ലേ പറഞ്ഞുള്ള ഓറഞ്ച്, അപ്പോൾ 2 എക്സ്. ആപ്പിൾ എത്ര പറഞ്ഞത്? 3 കിലോഗ്രാം, 3y ഈക്വൽ ടു 520 rupees അല്ലേ? രണ്ടും കൂടിയിട്ടാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 520 രൂപ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 3 കിലോഗ്രാം ഓറഞ്ച് 3x പ്ലസ് 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2y ഈക്വൽ ടു എത്രയാണ്? എല്ലാം കൂടി രണ്ടും കൂടിയിട്ട് 480 രൂപയാണ് വില. ഇനി നമുക്കതിനെ തുല്യമാക്കണം. നമുക്ക് എക്സിനെ തുല്യമാക്കണം, അതല്ലേ ഉദ്ദേശം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. 3നെ 2 കൊണ്ട് ചെയ്യാം. 3 എത്ര വരിക? 6x പ്ലസ് ഇനി 3 × 3 9y ഈക്വൽ ടു ഇതിന് 520 നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 0 6 15 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 16 1560 കിട്ടി അല്ലേ? അതുപോലെ നമുക്ക് 2നെ 3 കൊണ്ട് ചെയ്യാം. അപ്പം 6x പ്ലസ് 2 × 2 4y ഈക്വൽ ടു 418നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 422 0 8 × 2 6 16 6 എഴുതി, ബാക്കി 4 × 2 8 9 960. ഇനി എന്താണ്? നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ? 0 പ്ലസ് 4 9 ആവാനായിട്ട് 5y ഈക്വൽ ടു ഇത് നമുക്ക് മൈനസ് ചെയ്യാം. ഉണ്ടോ? 0 0 9 1 കൊണ്ട് കിടക്കുന്നത് 0 15 ആവാനായിട്ട് 10 11 12 13 14 15 6 ആൻസർ അല്ലേ? 600. ഇനി 5y ഈക്വൽ ടു 600. y ഈക്വൽ ടു 600/5. ഇനി y ഈക്വൽ ടു 600നെ 5 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. 1 5 1 0 2 10 0 0 0യെ മുകളിലോട്ട് എഴുതുമ്പോൾ 20 120 ആൻസർ കിട്ടും നമുക്ക്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ വീണ്ടും എഴുതാം. 2x പ്ലസ് 3y ഈക്വൽ ടു 520 അല്ലേ? നമുക്ക് y എന്ത് കിട്ടിയിട്ടുണ്ട്? 120 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എഴുതാം. 2x പ്ലസ് 3 × 120 y കിട്ടിയിട്ടുണ്ടല്ലോ. അത് നമ്മൾ yൻ്റെ സ്ഥാനത്ത് എഴുതാം. ഈക്വൽ ടു 520. 2x പ്ലസ് നമുക്ക് 120യെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 0 3 × 2 6 3. അപ്പോൾ 360 ഈക്വൽ ടു 520. 2x പ്ലസ് 360 ഈക്വൽ ടു 520. ഇനി എന്ത് പറയണം നമുക്ക്? 2x ഈക്വൽ ടു 520. 360യെ അപ്പുറത്ത് കൊണ്ടുപോകാം. മൈനസ് 360. ഇനി 2x ഈക്വൽ ടു 520യിൽ നിന്ന് 360 മൈനസ് ചെയ്യുക. 0 12 6. അപ്പോൾ 6 12 ആവാൻ 6
4 3 1 1 160. X equal to 160 by 2. X equal to എത്ര വന്നു നമുക്ക് 80. അപ്പോൾ നമുക്ക് y എത്ര കിട്ടി? y നമുക്ക് 120യും എക്സ് നമുക്ക് 80യും കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓറഞ്ച് ആയിരുന്നു അല്ലേ? ഓറഞ്ച് 80 രൂപയും y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആപ്പിൾ ആയിരുന്നു അല്ലേ? ആപ്പിൾ 120 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാപ്റ്റർ 1 pairs of ഇക്വേഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ. A wire 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle make 71 centimeter. What are the length of the pieces? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് സമഭുജ ചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? നമുക്ക് ആദ്യം ചെയ്യാം, ഒരു സ്ക്വയർ ചെയ്യാം. സമഭുജ ത്രികോണം, ഇനി സ്ക്വയർ. കണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു? ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളും വരച്ചിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ വരച്ചത്? ഒരു സ്ക്വയറും വരച്ചു, ഒരു ട്രയാങ്കിളും വരച്ചു അല്ലേ? ഇനി സ്ക്വയറിൻ്റെ ചതുരത്തിൻ്റെ സൈഡിന് എന്ത് പറയാം? എക്സ് എന്നും ട്രയാങ്കിളിൻ്റെ സൈഡിന് നമുക്ക് എന്തും പേര് കൊടുക്കാം? വൈ എന്നും പേര് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് എത്ര ഭാഗങ്ങളുണ്ടെന്ന് നോക്കിയേ. സ്ക്വയറിന് 1 2 3 4 4x അല്ലേ? ഇനി ഇത് ട്രയാങ്കിളിനോ എക്സ് അല്ല വൈ വൈ വൈ. അപ്പോൾ എത്ര ഭാഗമായി? 1 2 3 അല്ലേ? 3y. ഇനി അപ്പോൾ നമ്മൾ വശങ്ങളൊക്കെ കണ്ടുപിടിച്ച് എഴുതി. ലെങ്ത് ഓഫ് 4 സൈഡ്സ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x. ലെങ്ത് ഓഫ് 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3y. ചതുരത്തിൻ്റെ വശങ്ങളുടെ ആകെ നീളം 4. അതുപോലെ സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 3. ഇനി ഇത് നമുക്കൊരു ഇക്വേഷൻ ആക്കി. അത് 1 മീറ്ററാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലേ? അപ്പോൾ 4x + 3y = 1 മീറ്റർ. ഉണ്ടല്ലോ. ഈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കത് ആദ്യം എഴുതാം. 4x + 3y = 100 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? 3x + 2y, അതായത് ഒരെണ്ണം 2 മടങ്ങ് പറഞ്ഞാൽ 3 മടങ്ങുമാണ്, = 71 സെൻറ്റിമീറ്റർ. ഇത് ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് നോക്കി കണക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒന്നുകിൽ 0 വേണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു എക്സോ വൈയോ ഒരേ രീതിയിലാക്കി മാറ്റണം. അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് 2 മടങ്ങും 3 മടങ്ങെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആദ്യത്തെ നമ്പറിന് 2 കൊണ്ടും താഴെയുള്ള നമ്പറിനെ 3 കൊണ്ടും ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 4നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8x + 3 × 2 6y = 100നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 200 ആണല്ലോ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ്റെ 3ാമത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലോ. ഇനി അടുത്ത 3 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യാം. 3 × 3 9x + 3 × 2 6y = 3 × 21 1 × 3 3 7 3 21 ഉണ്ടല്ലോ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ എടുത്തത്, 4ആയിട്ട് എടുത്തു. ഓക്കെ. ഇനി നമുക്കിത് മൈനസ് ചെയ്യാം. ആദ്യം വലിയ നമ്പർ ആദ്യം എഴുതാം. 9x + 6y = 230. 8x + 6y = 200 കണ്ടല്ലോ. ഇനി 9ൽ നിന്ന് 8 കുറച്ചാൽ എത്ര വന്നു? നമുക്ക് x അല്ലേ?
ഇത് രണ്ടും ഒരുപോലെ വന്നു. 0ക്ക് നമ്മൾ വേഗം കണ്ടല്ലോ. ഇനി 3 1 അല്ലേ, ഈ 0ക്ക് വിലയില്ലല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 13. ഓക്കെ, ഇനി ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് വീണ്ടും എടുത്ത് എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ ഏതാ? 8x + 6y. 8x + 6y ഈക്വൽ ടു 200. 8 ഇൻറ്റു എക്സ് എത്ര കിട്ടിയിട്ടുണ്ട്? 13 കിട്ടിയിട്ടുണ്ട്. അത് എക്സിൻ്റെ സ്ഥാനത്ത് എഴുതാം. പ്ലസ് 6y ഈക്വൽ ടു 200. ഇനി ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്യാം. 13 ഇൻറ്റു 8 24, 8 9 10 104. 104 പ്ലസ് 6y ഈക്വൽ ടു 200. 6y ഈക്വൽ ടു 200 മൈനസ് 104. ഇനി 6y ഈക്വൽ ടു 200 നിന്ന് 104 കുറയ്ക്കുക. മൈനസ് 1 9 1 4 10 ആവാനായിട്ട് 6 9 താഴോട്ട് ഇറക്കി എഴുതാം. 0 96. y ഈക്വൽ ടു 96 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 6. ഇനി 96നെ 6 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. 1 6 6 9 ആവാനായിട്ട് 7 8 9 3 6 താഴോട്ട് ഇറക്കിയിടാം. 6 ഇൻറ്റു 6 36 0 0. നമുക്കത്ര y ഈക്വൽ ടു 16. അപ്പം നമുക്ക് എങ്ങനെ പറയാം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇപ്പുറത്തെ സൈഡിൽ എഴുതി നോക്കാം. പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? പെരിമീറ്റർ കാണാൻ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാൻ 4 ഇൻറ്റു L + B അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇടാം. 4 ഇൻറ്റു L + B എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുള്ളത്? 4x നമ്മൾ കൊടുത്ത ഓർമ്മയില്ല. അതാണ് ഈ L + B പറയുന്നത്, സൈഡാണെന്ന്. അപ്പോൾ 4 ഇൻറ്റു എക്സ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 13 കിട്ടിയിട്ടുണ്ട്. ആ 13 ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. 13 ഇൻറ്റു 4 2 1 4 5 52. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 52. അതുപോലെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്? 3 ഇൻറ്റു L + B 3x. ഓക്കെ അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 16 നമുക്ക് y എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ വേണ്ട 16. ആ 16 ഇവിടെ പോയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഇൻറ്റു ചെയ്യാം. 48. നോക്കിയേ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ 52ഉം പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 48ഉം നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഭാഗം കാണാം.